പ്രിയ സഹോദരികളെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആരുടെയും കീശയിൽ കൈയിടാനോ അല്ലെങ്കിൽ ആരെങ്കിലും സാധാരണ മനുഷ്യർക്ക് ദ്രോഹം ചെയ്യാനോ അല്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ രാഷ്ട്രീയവും മതവും. രാഷ്ട്രീയം എന്താണ്, മതം എന്താണ്, എന്തിനാണ് ഈ ജനങ്ങൾ, ഈ രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും കൂടെ ഇതിനെ രണ്ടും കൂടെ യോജിപ്പിച്ച് മനുഷ്യനിൽ ശത്രുത ഉണ്ടാക്കുന്നത്? ഇപ്പോൾ പ്രധാന കാര്യം, കത്തോലിക്ക സഭയിലെ 2 കന്യാസ്ത്രീകളെ ഉത്തരേന്ത്യയിൽ പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിച്ച് അവരെ പോലീസിൽ 2 ദിവസം ഇരുത്തോ എന്തൊക്കെ ചെയ്തു. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞുതരാം. ആ പാവപ്പെട്ട കന്യാസ്ത്രീകളല്ല ഇത് അനുഭവിക്കേണ്ടത്. ഈ കള്ള മത മേലധ്യക്ഷന്മാര് അവരായത് അനുഭവിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങൾ ജോലിക്ക് 2 പെൺകുഞ്ഞുങ്ങളെ അവിടുന്ന് കൊണ്ടുവരാനായിട്ട് കന്യാസ്ത്രീകളെ അയച്ചു? അതിന് വേണ്ടുന്ന പേപ്പറുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തില്ലയോ? അവരുടെ അപ്പനും അമ്മയും നിങ്ങളെ വേണ്ടുന്നിടത്ത് പോയി മറ്റത് ചെയ്യുമല്ലോ. എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് ആ പെൺകുഞ്ഞുങ്ങളെ അവരുടെ ഇഷ്ടപ്രകാരമോ അല്ലയോ, അവരുടെ മാതാപിതാക്കന്മാരുടെ ഇഷ്ടപ്രകാരമാണെങ്കിലും ആ മാതാപിതാക്കന്മാർ വന്നില്ല? അത് തന്നെയല്ല, എന്തുകൊണ്ട് ഈ കന്യാസ്ത്രീകളെ മാത്രം അയച്ചു? ഈ പുരോഹിതന്മാരെവിടായ? ഈ അവർക്ക് എന്തുവാ? നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസ്ഡ്, അത് എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും സെക്യൂർഡായിട്ടൊരു സഭയാണ്. അവിടുത്തെ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും. ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ കത്തോലിക്കലോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല? കത്തോലിക്ക വിശ്വാസികൾ അല്ലാതെ പുരോഹിതന്മാർ മെത്രാന്മാരെന്ന് പറഞ്ഞാൽ കള്ളന്മാര്. ഞാൻ വിശ്വാസികളോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളുടെ കണ്ണിപ്പോഴും തുറക്കുന്നില്ല? നിങ്ങളുടെ മക്കളെ ഒരു കന്യാസ്ത്രീയാകാൻ വിടുന്നതിന് മുമ്പായിട്ട് അവരോട് ചോദിക്കുമോ, നിങ്ങൾക്ക് ഈ ജീവിതം ഇഷ്ടമാകുമോ ഇല്ലയോ എന്ന്? കാരണം ഈ കന്യാസ്ത്രീയാകാൻ വിടുന്ന കുഞ്ഞിനെ അവരുടെ മാതാപിതാക്കന്മാർ അപ്പോൾ പ്രായമാണെങ്കിൽ അന്നും അവർ ഒരുമിച്ച് രാത്രി കിടന്നുറങ്ങത്തുള്ളൂ. അപ്പോൾ നീ ചിന്തിക്കണം, എൻ്റെ കുഞ്ഞിന് ഒരു കന്യാസ്ത്രീയായി ജീവിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുക എന്നുള്ളത്. ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഞാൻ വേണേ ശരിയായിട്ട് അതിന് തെളിവ് തരാം. ഞാൻ ഈ ലോകത്ത് മുഴുവൻ എല്ലാ കാര്യത്തിലും പോയി കാണുകയും ചെയ്യുകയും ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ കന്യാസ്ത്രീകളുടെ ജോലി ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. എൻ്റെ ഗൾഫ് ജീവിതം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് 3 വർഷം കന്യാസ്ത്രീകളുടെ ജോലി ചെയ്തു. അവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ, മക്കളെ, നിങ്ങൾ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ കന്യാസ്ത്രീയാവാൻ വിടത്തില്ല എന്ന് പറയും. നിങ്ങൾ മനസ്സിലാക്കുക, ഈ കത്തോലിക്ക സഭ എന്നല്ല, എല്ലാ മതങ്ങളും
വിശ്വാസികളെ അടിമയാക്കിയിട്ട് അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുക, അല്ലാതെ വെറുതില്ല. എവിടെ ദൈവത്തിന് പണത്തിൻ്റെ പ്രതാപത്തിൻ്റെ ആവശ്യം? നിനക്കൊക്കെ പണവും പ്രതാപവും തന്നത് ദൈവമാണ്. ഞാൻ ചോദിക്കുന്നത്, ഏത് ദൈവം പറയുന്നത് എനിക്ക് ഇത്ര രൂപ മാസം തോറും തരണമെന്ന്? നിങ്ങൾ മനസ്സിലാക്കുക മക്കളെ, ഈ ലോകത്തിൽ നമ്മളെ ആരും രക്ഷിക്കാൻ പറ്റത്തില്ല. മതവും രാഷ്ട്രീയവും എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലുള്ള കുളയട്ടകളാണ്. അവർ പൊതുജനങ്ങളുടെ രക്തം കുടിച്ച് വീർത്ത് സുഖിച്ച് ജീവിക്കുന്ന രണ്ട് കുളയട്ടകളാണ് രാഷ്ട്രീയവും മതവും. മനസ്സിലാക്കിക്കൂ. ഞാൻ കൂടുതലിപ്പോൾ പറയുന്നില്ല, കാരണം എനിക്ക് പറയാൻ ഒരുപാടുണ്ട്. ഞാൻ ചരിത്രം പറഞ്ഞാൽ കത്തോലിക്ക സഭ തന്നെ കഴിഞ്ഞ ദിവസം പാമ്പ്ലാനി പറയാ 18 വയസ്സിൽ തന്നെ പിള്ളേർ കല്യാണം കഴിച്ചും ഉണ്ടാക്കിക്കണമെന്ന്. എന്തുവാ, സഭയിൽ ആൾക്കാർ കുറയുന്നു. നീയൊക്കെ അതിന് മുമ്പ് പറഞ്ഞു 2 പിള്ളേർ കൂടുതലുള്ളവർക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വർഷവും മാസവും ഇത്ര രൂപ സഭയിൽ നിന്ന് തരാമെന്ന്. നീയൊക്കെ കത്തോലിക്ക സഭയിൽ അവരുടേതായ കോൺവെൻ്റ് ഉണ്ട്. കന്യാസികൾ ഗർഭം ധരിച്ചാൽ അവരുടെ തന്നെ ഇന്ന സ്ഥലത്തേക്ക് ജോലിക്ക് പോയി അല്ലെ ധ്യാനത്തിന് പോയി എന്നും പറഞ്ഞ് പോവും. അവിടെ ചെന്ന് പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ നിങ്ങൾ ഇന്ത്യക്ക് വെളിയിലേക്ക് കടത്തുക. അവിടെയും കാശുണ്ട്. എന്തുകൊണ്ട്? നീ മെത്രാന്മാരെ പുരോഹിതന്മാരെ നിങ്ങൾ ആ ജോലി ഏറ്റെടുക്കുക. എന്തിന് വിശ്വാസികളെ ഏർപ്പിക്കുന്നു? വിശ്വാസികൾ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് പിള്ളേരെ ജനിപ്പിച്ചിട്ട് നിനക്കൊക്കെ കൂട്ട് കിടക്കാൻ വേണമല്ല, നിനക്കൊക്കെ പോക്കറ്റ് നിറയ്ക്കാനായിട്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല മക്കളെ, ദൈവം അനുഗ്രഹിക്കട്ടെ.